നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവത്സര ദിനം ആഘോഷമാക്കാൻ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. രാജ്യത്തെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2024 ജനുവരി 1 അവധിയായിരിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. വാരാന്ത്യ അവധി ദിവസങ്ങൾക്ക് പിന്നാലെയാണ് UAE സ്വകാര്യ മേഖലയ്ക്ക് പുതുവത്സരം ആഘോഷിക്കാൻ തിങ്കളാഴ്ചയും അവധി നൽകുന്നത്. അതിനാൽ ആകെ 3 ദിവസത്തെ അവധിയാണ് ഇനി വരാനിരിക്കുന്നത്. ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് പുതുവത്സരാവധി പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ സ്വകാര്യ മേഖലയ്ക്കുള്ള അംഗീകൃത ഔദ്യോഗിക അവധികൾ സംബന്ധിച്ച UAE മന്ത്രിസഭാ തീരുമാന പ്രകാരമാണ് അവധി പ്രഖ്യാപനം. വാർഷിക കലണ്ടർ പ്രകാരം UAE നിവാസികൾക്ക് 2024 കുറഞ്ഞത് 13 പൊതു അവധികളെങ്കിലും ലഭിച്ചേക്കും. 2024 അവധി ദിനങ്ങൾ UAE അധികൃതർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. UAE ക്യാബിനറ്റാണ് അവധി ദിനങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചത്. പൊതു അവധികളുടെ ഔദ്യോഗിക കലണ്ടറിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അവധി ബാധകമാണ്. കുറഞ്ഞത് 13 പൊതു അവധിയെങ്കിലും അടുത്ത വർഷം 2024 ലഭിക്കും. 2024 ജനുവരി 1 അതായത് ഇപ്പോൾ പ്രഖ്യാപിച്ച അവധി, അതായത് പുതുവത്സര അവധിയോടെയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ജനുവരി 1 തിങ്കളാഴ്ചയാണ് അവധി ലഭിക്കുക. വാരാന്ത്യ അവധി കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ 3 ദിവസത്തെ അവധിയാണ് ലഭിക്കുക. അതുപോലെ റമദാൻ 29 മുതൽ ശവ്വാൽ 3 വരെ പൊതു അവധിയായിരിക്കും. ഏകദേശം 4-5 ദിവസത്തെ അവധി ദിനങ്ങൾ ലഭിക്കും. ദുൽഹജ് 9 അറഫ ദിന അവധി, 10 മുതൽ 12 വരെ ബലി പെരുന്നാൾ അവധി, മുഹറം 1 ഇസ്ലാമിക വർഷാരംഭം, മുഹമ്മദ് നബിയുടെ ജന്മദിനം, റബീഉൽ അവൽ 12, ഡിസംബർ 2 UAE ദേശീയ ദിനം. അതേസമയം ദുബായിൽ പുതുവത്സര രാവിൽ വെടിക്കെട്ട് കടലിൽ നിന്ന് കാണാനുള്ള അവസരം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ആഘോഷങ്ങൾക്കായി RTA പ്രത്യേക ഓഫറുകളും പ്രീമിയം മറൈൻ ഗതാഗത സേവനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. 2024 പുതുവത്സരം ദുബായ് ഫെറിയിലോ അബ്രയിലോ വാട്ടർ ടാക്സിയിലോ ഇരുന്ന് ആസ്വദിക്കാനുള്ള അവസരമാണ് RTA ഒരുക്കുന്നത്. പ്രത്യേക സേവനത്തിലൂടെ RTA ഗംഭീരമായ ഒരു പുതുവത്സര ഷോ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഈ വട്ടത്തെ പുതുവത്സര ദിനം പ്രവാസികൾക്ക് ഒരിക്കലും മറക്കാനാകാത്തതാകട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.